ചിക്കൻ വിഭവങ്ങളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൈനീസ് ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, ഒരു വെറൈറ്റി ആവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് 3/4 കിലോ ചിക്കനാണ്, ബോൺലെസ് പീസസ് ആണ്. ശരിക്കും നമ്മൾ ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചിട്ട് ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്താണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ അത്രയ്ക്കൊന്നും നോക്കിയിട്ടില്ല, എല്ലാ പീസസും എടുത്തിട്ടുണ്ട്, പക്ഷേ ബോൺലെസ് പീസസ് ആണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ മാരിനേഷൻ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഉപ്പ് ചേർക്കണ്ട, ഒരല്പം കുറയ്ക്കാം, കാരണം നമ്മളിതിൽ സോയ സോസൊക്കെ ചേർക്കാനുള്ളതാണ്. ഇനി ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ചൈനീസ് ഡിഷസിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു നോൺ വെജ് ഐറ്റം അല്ലേ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിക്കട്ടെ. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ വരുമ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട്. ഇത് ഡാർക്ക് സോയ സോസ് ആയതുകൊണ്ട് 1 ടീസ്പൂൺ മതി. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിവിടെ അടച്ച് മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്ക് സോസസ് റെഡിയാക്കാം. സോസ് നമ്മൾ ഡയറക്റ്റായിട്ട് പാനിലേക്ക് ഒഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇതിലേക്കിനി ചില്ലി സോസ് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അപ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും. ഇത് ഗ്രീൻ ചില്ലി സോസാണ്, 2 ടേബിൾ സ്പൂൺ. സോസസിൻ്റെ അളവൊക്കെ നമുക്ക് കുറച്ചൊക്കെ വ്യത്യാസം വരുത്താം, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. 1 ടേബിൾ സ്പൂൺ സോയ സോസും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി. ഇനി പാനിലേക്ക് ഇത് ഓരോന്നോരോന്ന് ഒഴിച്ച് കരിഞ്ഞു പോകുന്ന പേടി വേണ്ട. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്യാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ കഴിക്കാൻ നേരത്ത് ഫൈനൽ മിക്സിംഗ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ സമയമായി. ഞാനിതിലേക്ക് 1 കോഴിമുട്ടയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിരുന്നു. അത് ചേർത്താണ് ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഒന്ന് മിസ്സായതാണ്, ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ മാരിനേഷൻ. മുട്ട ആദ്യമേ ചേർത്ത് വെക്കേണ്ട, ഫ്രൈയിങ്ങിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോരോ ചിക്കൻ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. ബ്രോയിലർ ചിക്കൻ കുക്ക് ആവാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓവറായിട്ട് ഫ്രൈ ആയി അതിൻ്റെ പുറമൊക്കെ മുരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും വേണം, എന്നാൽ നല്ലവണ്ണം കുക്കായി കിട്ടുകയും വേണം. ആ ഒരു പാകം വരെ എണ്ണയിൽ കിടക്കട്ടെ. ഇടയ്ക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ്റെ ഫ്രൈയിങ്ങും നമുക്ക് സമയം കിട്ടുമ്പോൾ നേരത്തെ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നുകൂടി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് വേണം സോസസ് മിക്സ് ചെയ്യാൻ. അപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു പീസ് എടുത്ത് നമുക്കൊന്ന് നോക്കാം കുക്കായിട്ടുണ്ടോ എന്ന്. ഒരു നൈഫോ ഫോർക്കോ വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എടുക്കുന്ന സമയത്ത് തീ നല്ലപോലെ കൂട്ടി വയ്ക്കുക, എന്നാലേ എണ്ണ കുടിക്കാതെ കിട്ടും. ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റി വയ്ക്കാം. അങ്ങനെ ചിക്കൻ പീസസ് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി. ഒരു സ്നാക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. എല്ലാ പീസസും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കുക്കുമായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൈനീസ് ഐറ്റംസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഒഴിവാക്കുക. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ, അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ.
ഒരു 3-4 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഡ്രാഗൺ ചിക്കനിൽ വറ്റൽ മുളക് ചേർക്കുന്നത് ഒരു പ്രത്യേക സ്വാദ് തരും. അതുപോലെ ഇതിൽ കാഷ്യൂനട്ടും ചേർക്കാം. ഉണ്ടെങ്കിൽ ഒരു 10 കാഷ്യൂനട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. മറ്റുള്ള ചൈനീസ് ഐറ്റംസിൽ നിന്ന് ഡ്രാഗൺ ചിക്കനെ വ്യത്യസ്തമാക്കുന്നത് ഈ വറ്റൽ മുളകും കാഷ്യൂനട്ടും ഒക്കെയാണ്. ഇനി നമുക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത് നല്ല പോലെ സോട്ട് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ എല്ലാം ചെയ്യാം. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്, കനം കുറച്ച് സ്ലൈസ് ചെയ്തത്. ക്യാപ്സിക്കം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ റെഡ് കളറോ യെല്ലോ കളറോ ഒക്കെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗ്രീൻ മാത്രമാണ്, അതുകൊണ്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് കുഴയണ്ട, അതുകൊണ്ടാണ് ആദ്യം ചേർക്കാതിരുന്നത്. എല്ലാം ഒരു 3-4 മിനിറ്റ് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസസ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സോസിൽ കിടന്ന് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വരട്ടെ. ഒരുപാട് ഓവർ കുക്കൊന്നും ആയി പോകണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നോക്കിയിട്ട് ഏതെങ്കിലും സോസസ് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അതും ചേർക്കാം. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് അടുപ്പിൽ തന്നെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കനിലേക്ക് സോസസൊക്കെ നല്ല പോലെ പിടിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെഡിയാക്കാനും പറ്റും. ഇത് ഫ്രൈഡ് റൈസിന് നല്ലൊരു കോമ്പിനേഷനാണ്. ചൈനീസ് രുചികൾ ഇഷ്ടപ്പെടുന്നവർ ഈ റെസിപ്പി ഒന്നുണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.